പാർലമെന്ററി ജനാധിപത്യത്തെപ്പറ്റിയും പാർലമെന്റിന്റെ പ്രവർത്തനത്തെപ്പറ്റിയും അവയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെപ്പറ്റിയും രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയും ഭരണഘടനാ ശില്പി ഡോക്ടർ അംബേദ്കറും രാജ്യത്തിൻ്റെ ഭരണഘടന വിഭാവനം ചെയ്തതിനും ഘടകവിരുദ്ധമായ സംഭവങ്ങളാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ ഇരുസഭകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയത്. 1949 മെയ് 18 ഭരണഘടനയുടെ 85-ാം അനുച്ഛേദത്തെപ്പറ്റിയുള്ള ചർച്ചയിൽ ബ്രിട്ടീഷ് ഭരണകാലത്തെ നിയമനിർമ്മാണ സഭയെ പരാമർശിച്ച അംബേദ്കർ നിയമനിർമ്മാണ സഭ വിളിച്ചു ചേർത്തിരുന്നത് പ്രാഥമികമായി നികുതി പിരിവ് സംബന്ധിച്ചായിരുന്നു. ദൈനംദിന ഭരണനിർവഹണത്തെപ്പറ്റിയോ സാമൂഹിക പരാധീനതകൾ പരിഹരിക്കുന്നതിനുള്ള നിയമനിർമ്മാണങ്ങളെപ്പറ്റിയോ ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള അംഗങ്ങളുടെ അവകാശത്തെപ്പറ്റിയോ അവർ തെല്ലും തൽപരരായിരുന്നില്ല. അത് ജനാധിപത്യത്തിൻ്റെ അങ്ങേയറ്റം പരിഹാസ്യ മാതൃകയായിരുന്നു. പാർലമെന്ററി സംവിധാനം ദൈനംദിനവും യഥാകാലങ്ങളിൽ മുറതെറ്റാതെയും ഭരണാധികാരികൾ അവരുടെ ഉത്തരവാദിത്തം നിറവേറ്റുന്നുണ്ടോ എന്ന് ചോദ്യങ്ങളിലൂടെയും പ്രമേയങ്ങളിലൂടെയും അവിശ്വാസ പ്രമേയങ്ങളിലൂടെയും നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന നിർദ്ദേശങ്ങളിലൂടെയും സഭ അഭിസംബോധനകളുടെ ചർച്ചകളിലൂടെയും നിർവഹിക്കുക എന്നതാണ്. 1948 നവംബർ 4 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു. 1938 ജൂലൈ 17 ഹരിജനിയിലെ ഒരു ലേഖനത്തിൽ സ്പീക്കറുടെ നിഷ്പക്ഷത, ഉത്തരവാദിത്തം, അവകാശ അധികാരങ്ങൾ എന്നിവയെപ്പറ്റി ഗാന്ധിജി തൻ്റെ സുവ്യക്തമായ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവയെ അപ്പാടെ നിരാകരിക്കുകയും പാർലമെന്റിനെ തന്നെ അപഹാസ്യമാക്കുന്ന നടപടികളാണ് ലോക്സഭാ സ്പീക്കർ, പ്രധാനമന്ത്രി, മന്ത്രിമാർ, ഭരണകക്ഷി അംഗങ്ങൾ എന്നിവരിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി തുടങ്ങിയ ഉന്നത ഭരണാധികാരികളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്ത നിർവഹണത്തിൽ ഉണ്ടായ ഗുരുതരവും അക്ഷന്തവ്യവുമായ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാനുള്ള ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ശ്രമങ്ങളെ തികച്ചും സാങ്കേതികത്വവും ഉന്നയിച്ച് തടയുകയായിരുന്നു. സ്പീക്കറും മന്ത്രിമാരും ഭരണകക്ഷി അംഗങ്ങളും പ്രതിപക്ഷത്തെ സഭയിൽ സംസാരിക്കാൻ അനുവദിച്ചില്ലെന്ന് മാത്രമല്ല, അതിൽ പ്രതിഷേധിച്ച് 8 അംഗങ്ങളെ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും നന്ദിപ്രമേയ ചർച്ച പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം കൂടാതെ ലോക്സഭ ഏകപക്ഷീയമായി പാസാക്കുകയുമാണ് ഉണ്ടായത്. 2004 അന്നത്തെ പ്രതിപക്ഷമായിരുന്ന BJP ബഹളം വെച്ച് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ പ്രസംഗിക്കാൻ അനുവദിച്ചില്ലെങ്കിലും അദ്ദേഹം ചട്ടങ്ങൾ അനുസൃതമായി മറുപടി പ്രസംഗം സഭയുടെ മേശപ്പുറത്ത് വെച്ച് തൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കുകയുണ്ടായി. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് യുക്തിഭദ്രവും സത്യസന്ധവുമായ മറുപടി നൽകാനാവാതെ പ്രധാനമന്ത്രി ലോക്സഭയിൽ നിന്നും അക്ഷരാർത്ഥത്തിൽ ഒളിച്ചോടുകയാണ് ഉണ്ടായത്. കോൺഗ്രസിലെ വനിതാ അംഗങ്ങളിൽ നിന്നും ആക്രമണം ഉണ്ടാകുമെന്ന അറിവ് ലഭിച്ചതിനെ തുടർന്ന് തന്റെ നിർദ്ദേശപ്രകാരം പ്രധാനമന്ത്രി സഭയിൽ വരേണ്ടെന്ന് വെക്കുകയാണ് ഉണ്ടായതെന്ന ന്യായീകരണമാണ് സ്പീക്കർ നിരത്തുന്നത്. പ്രതിപക്ഷ നേതാവിനെ പ്രസംഗിക്കാൻ അനുവദിക്കാതിരിക്കുക, പ്രധാനമന്ത്രിയെ തന്റെ പാർലമെന്ററി ഉത്തരവാദിത്വത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക, അവകാശ ലംഘനം ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ തന്നിൽ നിക്ഷിപ്തമായ അധികാരവും പദവി നൽകുന്ന സാധ്യതകളും ഉപയോഗിച്ച് അത് തടയാതിരിക്കുക, സ്പീക്കർ പദവിയുടെ ഔന്നത്യവും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാതെ തികഞ്ഞ പക്ഷപാതിത്വവും പരസ്യമായി പ്രകടിപ്പിക്കുക തുടങ്ങി നിരവധി വീഴ്ചകളാണ് ലോക്സഭാ സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതുവഴി ലോക്സഭാ സ്പീക്കർ തൻ്റെ പദവിയുടെ അന്തസ്സും ഔന്നത്യവും നിലംപരിശാക്കുകയും പാർലമെന്റിന്റെ പ്രസക്തിയും വിശ്വാസ്യതയും കൂടി രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും മുന്നിൽ തകർത്തെറിയുകയുമാണ് ചെയ്തിരിക്കുന്നത്. ലോക്സഭയിൽ നിന്നും മുങ്ങിയ പ്രധാനമന്ത്രി പൊങ്ങിയത് രാജ്യസഭയിലാണ്. അവിടെയും തനിക്കും തൻ്റെ സർക്കാരിനുമെതിരെ ഉയർന്ന ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും സത്യസന്ധമല്ലെങ്കിലും രാഷ്ട്രീയമായി യുക്തിഭദ്രമെന്ന് തോന്നാവുന്ന ഒരു മറുപടി പോലും നൽകാതെ ഒരു തെരുവ് രാഷ്ട്രീയക്കാരനെ പോലെ 1.5 മണിക്കൂർ വിദ്വേഷത്തിന്റെ വിഷം വമിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. രാഷ്ട്ര സുരക്ഷയുമായും രാഷ്ട്രത്തിന്റെ സാമ്പത്തിക താൽപ്പര്യങ്ങളുമായും ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കുന്ന അന്തരീക്ഷത്തിലും തെരഞ്ഞെടുപ്പ് ആസന്നമായ കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളെയും നെഹ്റു ഗാന്ധി കുടുംബത്തെയും കോൺഗ്രസിനെയും മതന്യൂനപക്ഷത്തെയും ലക്ഷ്യം വെച്ചുള്ള തരം താണ വിദ്വേഷ പ്രസംഗത്തിൽ അഭിരമിക്കുകയായിരുന്നു പ്രധാനമന്ത്രി തൻ്റെ രാജ്യസഭയിലെ പ്രസംഗത്തിൽ ഉടനീളം. ജനാധിപത്യത്തിൻ്റെ ക്ഷേത്രമെന്ന് പാർലമെന്റിനെ ആവർത്തിച്ച് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ സർക്കാരും പാർട്ടിയും മുന്നണിയും ജനങ്ങളെ അമ്പരപ്പിക്കുന്നതും അസ്വസ്ഥമാക്കുന്നതുമായ തങ്ങളുടെ പ്രകടനത്തിലൂടെ പാർലമെന്ററി ജനാധിപത്യത്തിൻ്റെ ഉദക ക്രിയയ്ക്കാണോ മുതിരുന്നതെന്ന സംശയം ബലപ്പെടുത്തുകയാണ്.